ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴാന്ന് കയറി ഓർമ്മയില്ല. നമ്മുടെ വാട്സാപ്പ് മെസ്സേജുകൾ ഓടി നടന്നിരുന്ന കാലത്ത് അന്ന് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഥ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, തൃശ്ശൂർ ഒരു ലോക്കൽ സെവൻസ് നടക്കുക. അപ്പോൾ ടീമിൻ്റെ പേര് ഞാൻ മറന്നു. ഫേമസ് പേരായിരുന്നു, എൻ്റെ മൈൻഡിൽ നിൽക്കുന്നില്ല. അപ്പോൾ 5 ഗോളിന് തോറ്റിക്കുക അവർ. അപ്പോൾ എന്തോ ഡേവിസ് ചേട്ടൻ എന്നാണ് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പോൾ ഡേവിസ് ചേട്ടൻ പറഞ്ഞു, കളി കയ്യിൽ നിന്ന് പോയിട്ടാ, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ലൈനിലിങ്ങനെ നിൽക്കുകയാണ്. നിൽക്കണ സമയത്ത് ഇപ്പം ഞാൻ ഈ കഥ കേൾക്കണത് ഒരു 10-15 കൊല്ലം മുമ്പാണ്. അതിനൊരു 20-25 കൊല്ലം മുമ്പത്തെ കാര്യമാണ്. ഏകദേശം സമയം കറക്റ്റല്ല. അപ്പം അന്ന് അവരങ്ങനെ പറഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഇപ്പോൾ തൽക്കാലം ആ ചെക്കനെ ഇറക്കാം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു പയ്യനെ ഒരു കളിക്കാൻ ഇറക്കി ഗ്രൗണ്ടിൽ. അപ്പോൾ ഓൾറെഡി 5 ഗോളിന് തോറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ കളിക്കാൻ ഇറങ്ങി. കളിക്കാൻ ഇറങ്ങിയിട്ട് ആദ്യത്തെ ഒരു ഗോൾ അടിച്ചു. അപ്പോൾ 5-1 അപ്പോൾ ഓക്കെ, ഒരു ഗോള്, പിന്നെ 2 അടിച്ചു, 3 അടിച്ചു. അപ്പോൾ ആദ്യം ഒരു ഗോൾ 2 ഗോൾ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. അപ്പം അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് തന്നെ 4ാമത്തെ ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും, ഡേവിസ് ചേട്ടനോടൊക്കെ എല്ലാവർക്കും ഇത് ഭയങ്കര അതിലൊരു ചെറിയ പയ്യൻ നിന്ന് പട്ടയ്ക്കാണ്. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 5ാമത്തെ ഒരു ഗോൾ, അതങ്ങനെ പറയണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സിസർ കട്ട് അടിക്കില്ലേ മറ്റേ ബാക്കിക്ക്, ആ സാധനമാണ് അടിക്കണത്. അതെന്തോ ഒരു മെൻഷൻ അതിൽ ചെയ്യണ്ടായിരുന്നു, സ്റ്റോറി ഞാൻ മറന്നു. അങ്ങനെ അടിച്ചിട്ട് വീണ് തിരിഞ്ഞു നോക്കിയപ്പോൾ അതും ഗോളാക്കിയിട്ട് അങ്ങനെ 5-5 ഡ്രോ ആക്കിയിട്ട് ആ ചെക്കൻ ഗ്രൗണ്ടിൽ നിന്ന് കയറി വന്നു. എന്നിട്ട് ആ ചെക്കൻ ഇങ്ങനെ ഒന്നൊരു ഐസ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഡേവിസ് ചേട്ടൻ പോയിട്ട് ചോദിച്ചു, എന്താണ് നിൻ്റെ പേര്? അപ്പോൾ ആ ചെക്കൻ പറഞ്ഞു, IM വിജയൻ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ കിട്ടിയെന്ന് വരില്ല, പക്ഷേ അത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഞാനതൊരു വാട്സപ്പ് മെസ്സേജ് ആണത്. അത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആ സ്ക്രീനിൽ ഇങ്ങനെ അത് നിറഞ്ഞു നിൽക്കുക. IM വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ അത് ലിറ്ററലി അതാണ് എന്നെ IM വിജയനിലേക്ക് ആകർഷിച്ചത്. കാരണം നമ്മളാളുടെ കളി ലൈവ് കണ്ടിട്ടില്ല. നമ്മളാളുടെ ഇപ്പോൾ തിയറി ഹെൻറിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഇപ്പോൾ ഞാൻ ആർസണൽ ഫാനാണെന്ന്, തിയറി ഹെൻറിയാണ് ലെജൻഡറി പ്ലെയർ, ഹാൾ ഓഫ് ഫെയിം കിട്ടിയ പ്ലെയറാണ്. പക്ഷേ ഞാൻ ആളുടെ കളി കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ലെജൻഡായിട്ടുള്ള ഒരു പ്ലെയർ IM വിജയനാണ്. ഞാൻ IM വിജയൻ്റെ കളി കണ്ടിട്ടില്ല. പക്ഷെ അത് റിയാലിറ്റി ആണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോസും ചെറുകിട പരിപാടികൾ, ആൾ ഈ ഒരു 50-60 വയസ്സിൽ മറ്റേ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന 2-3 വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മളാളെ വിലയിരുത്തുന്നത്. പക്ഷെ അതിൻ്റെ ആളുടെ ടച്ചും കാര്യങ്ങളും, പിന്നെ ഞാനൊരു സെവൻസ് കളിക്കാൻ ആൾ വന്നിട്ട് ഞാൻ കളി കാണാൻ പോയിട്ടിരിക്കുക പുറത്തും. ഇതൊക്കെയാണ് നമുക്കുള്ള IM വിജയൻ്റെ ഓർമ്മ. അപ്പോൾ IM വിജയൻ്റെ കളി നേരിട്ട് കാണാൻ പറ്റിയ ഒരാളെ ഞാൻ പറയുകയാണെങ്കിൽ ഭാഗ്യവാനാണ്. അല്ലാതെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ, കേരളത്തിൻ്റെ കറുത്ത മുത്ത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊക്കെ IM വിജയൻ എന്ന് പറഞ്ഞൊരു ഇമ്പാക്റ്റാണ് ലൈഫിലെ തന്നെ. അത്ര എനിക്കിഷ്ടമുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പം എനിക്ക് ആളോട് പേഴ്സണലായിട്ട് കുറച്ചുകൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആശാനെ നേരിട്ട് കണ്ടു. 2 തവണ കണ്ടിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കേരളോർമ്മയല്ല, രാമവർമ്മപുരം, നമ്മുടെ പോലീസ് സ്റ്റേഷൻ വിമല കോളേജിൻ്റെ ഒക്കെ അടുത്ത്. അപ്പം ഞാൻ കണ്ട് ആളായിട്ട് സംസാരിച്ചു. ഞങ്ങളുടെ കോളേജിൽ നിന്ന് പിള്ളേരൊക്കെ വന്ന സമയത്ത് അവിടെ ഒരു കടയ്ക്ക് ആൾ പാർസൽ ഫുഡ് മേടിക്കാൻ വന്ന് നിൽക്കുക. അപ്പോൾ ആശാൻ വന്ന സമയത്ത് എന്നെ സംസാരിക്കുമ്പോൾ ഹരി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുണ്ട്. അപ്പോൾ ഹരി പറഞ്ഞു, സാർ ഞങ്ങൾ സംസാരിച്ചപ്പോൾ, ഞാനപ്പോൾ ആദ്യം കയറി ഞാൻ ലോക്ക് ചെയ്തില്ല. പക്ഷെ അങ്ങനെ സംസാരിച്ചപ്പോൾ ആശാൻ പറഞ്ഞ്, ഹരി പറഞ്ഞു ഇവൻ ഫുട്ബോളറാണ്. ഏത് ഞാനേ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആളെന്നോട് ആണോ, അപ്പോൾ ഏതാ പൊസിഷൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ റൈറ്റ് ബാക്കാണ്. റൈറ്റ് ബാക്കാണോ? ഓക്കെ. ഏത് ക്ലബിനാണ് കളിക്കണം? ഞാൻ പറഞ്ഞു, യങ് ബ്രസീലിയ. ഓക്കെ. എവിടെ സ്ഥലം വരണം? മറ്റും. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എൻ്റെ ജീവിതത്തിൽ ഒരു മെയിൻ പ്ലെയർ, മെയിൻ സ്ട്രീം കളിക്കുന്ന ഒരു പ്ലെയർ എന്നോട് ഏത് ക്ലബിലാണ് കളിക്കണം, ഏതാ പൊസിഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏത് ടീമിലാണ് കളിക്കണേ, ഏതാ പൊസിഷൻ എന്ന്. എനിക്ക് ഇതൊക്കെ പോരെ. അതിനുശേഷം ഞാൻ ആശാന ഒരു ദിവസം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നമസ്കാരം, അങ്ങനെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞങ്ങളോട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് സെൽഫി ഒക്കെ എടുത്തു. അന്നാണ് ഞാൻ സെൽഫി എടുത്തത്. അതിന് മുമ്പ് ഫോണില്ലാണ്ട് അങ്ങനെ എന്തൊക്കെ എടുത്തിട്ടില്ല. ഞാൻ സെൽഫി എടുത്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലെജൻഡ് ഈസ് എ ലെജൻഡ്. അപ്പോൾ ആൾ ഒരു DYSP ആണ്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷഫി, നമ്മുടെ ഓഫീസിലത്തെ ഷഫിയോട് ഞാനിങ്ങനെ പറഞ്ഞു, ഒരു ദിവസം മുന്നേ IM വിജയൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് യാരും തെരിയുമാ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ഇവങ്ക തെരിയാത്ത യാരാവത് ഇങ്ങ ഇരിക്കാ, ഇത് നമ്മ ബിഗിലെ വില്ലൻ താനേ. അല്ല, ഞാൻ പറഞ്ഞടാ, ഇങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പടിയാ, അവനറിയില്ല. അതായത് നമുക്ക് കിട്ടേണ്ട ഒരു കൺസെപ്റ്റ് അത് ഇന്ത്യൻ ഫുട്ബോളിന് മൊത്തത്തിലില്ല. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഒരാളെ അവനറിയില്ല. പക്ഷേ ആളെ അവനറിയണത് ബിഗിലെ വില്ലനായിട്ടാണ്. അവൻ തമിഴ്നാടാണ്.
പിന്നെ ഇപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് കപ്പ് എടുത്ത ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും സെമി എന്ന് പറയും. അത്ര ബുദ്ധി അവനുള്ളൂ. ഫുട്ബോളിനെ പറ്റിയിട്ട് വലിയ ധാരണയൊന്നുമില്ല. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ഭയങ്കര സെറ്റപ്പ് കേരളത്തിലെ ഐവിജി എന്ന് പറഞ്ഞ വൈബാ. നമ്മൾ പിന്നെ ആളുടെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ കലാപടി ഒരു ആകാശത്തിലെ പറവുകൾ അങ്ങനെ ഏതോ പടത്തിൽ ആൾ വില്ലനായിട്ടുണ്ട്. അതാണ് എൻ്റെ മൈൻഡിൽ കിടക്കുന്നത്. പിന്നെ ആശാൻ്റെ പിന്നെ മറ്റേ ഗ്രേറ്റ് ഫാദർ അല്ലേ മമ്മൂട്ടിയുടെ, അങ്ങനത്തെ 2-3 പടങ്ങളാണ് ഉള്ളത്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു പടമുണ്ട്, കിസാൻ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. നമ്മുടെ കലാപാണ്ടിയുടെ തന്നെ കർഷക ഒരു മറ്റെന്തോ ഇല്ലം പ്ലസ് സ്ഥലം വീതിക്കണമെന്ന് ചർച്ച, അങ്ങനത്തെ ഒരു പടമാണ്. അപ്പോൾ അതിൽ കോജി ജോപ്പോളഞ്ചേരി എല്ലാവരും ഉണ്ടായി. അപ്പം അതിലാൾ വന്നിട്ട് ഒരു സിസർ കട്ടൊക്കെ അടിച്ചിട്ട് ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പടമാണ്. പടമല്ല, ആ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ റെക്കഗ്നീഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരണം. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റിലുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരാൾ, അതും ഫുട്ബോളിൻ്റെ കേരളത്തിൽ ഇപ്പോൾ ഒരു ബാലൻഡിയർ പോലത്തെ ഒരു പരിപാടി, ഇന്ത്യൻ ബെസ്റ്റ് ഫുട്ബോളർ ഓഫ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു 10 കൊല്ലെങ്കിലും അതെടുക്കാൻ സെറ്റപ്പുള്ളൊരു മനുഷ്യനായിരുന്നു ആൾ. അപ്പോൾ ആൾക്ക് പത്മശ്രീ കൊടുത്തതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു, വിജയേട്ടൻ.